ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ബോട്ടിൽ നന്നായി ക്ലീൻ ആക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം വൈറ്റ് കളർ കൊണ്ട് ബോട്ടിൽ മുഴുവനായി പെയിൻറ് ചെയ്തെടുക്കാം. നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ വൈറ്റ് കളർ ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും. അടുത്തതായി ഡാർക്ക് ബ്ലൂ കളറിലേക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റും കൂടി മിക്സ് ചെയ്ത് ഒരു കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ വൈറ്റ് കളർ കൊണ്ട് ചെയ്ത പോലെ തന്നെ ഈ ബ്ലൂ കളർ കൊണ്ടും നമ്മുടെ ബോട്ടിൽ മുഴുവനായി പെയിൻറ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. ഫ്ലവേഴ്സ് വരച്ചെടുക്കാനായി ഞാൻ ക്യാമലിൻ്റെ S66 ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഓരോന്നായി വരച്ചെടുക്കാം. നമ്മൾ ബ്രഷിൽ പെയിൻ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുറേ പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ വരച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ വരക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് കുറച്ച് പെയിൻറ് മാത്രം എടുത്ത് വരക്കുക. ഞാനിവിടെ 5 or 6 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സാണ് വരച്ചെടുക്കുന്നത്. ബോട്ടിൽ മുഴുവനായി ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ലൈറ്റ് ബ്ലൂ കളറും വൈറ്റ് കളറും മിക്സ് ചെയ്ത് വളരെ ലൈറ്റായിട്ടുള്ള ബ്ലൂ കളർ റെഡിയാക്കി എടുക്കാം.
അതിനുശേഷം നമ്മൾ വരച്ച ഫ്ലവേഴ്സിൻ്റെ മുകളിലൂടെ ഇതുപോലെ വരച്ചെടുക്കാം. ഇനി അടുത്തതായി ബ്രൗൺ കളറും വളരെ കുറച്ച് ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്യാം. ഇത് ഫ്ലവേഴ്സിൻ്റെ സെൻട്രലായി വരച്ചു കൊടുക്കാം. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ലെമൺ യെല്ലോ കളറിൽ നേരത്തെ മിക്സ് ചെയ്ത കളറും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഫ്ലവറിന് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ ബോട്ടിൽ ആർട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഫൊക്കെ വരച്ചു കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം.